പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം ലിവർപൂളിനടുത്ത് ബർക്കിൻഹെഡിൽ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ഒരു സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വരികയുണ്ടായി. ആ സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം ചാണ്ടി ഉമ്മൻ ഇവിടുത്തെ ഹെൽത്തിൻ്റെ അണ്ടർ സെക്രട്ടറി ഷാരോൺ ഹഡ്സൺ MP, അവർ വാഷിങ്ടൺ ആൻഡ് ഗെറ്റ്ഷെഡ് എന്ന് പറയുന്ന സ്ഥലത്തെ MP ആണ്. അവരുമായി സംസാരിക്കുകയും ഇവിടുത്തെ ILRനെ സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് ഈ സിബി എന്ന് പറഞ്ഞ മറയൂള നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഇദ്ദേഹം എത്ര വൃത്തികെട്ട രീതിയിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെപ്പറ്റിയും ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയും പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ കേൾക്കണം. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ആ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി സാറിനെയും മകനെയും മോശമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് ഞാൻ ബാക്കി പറയാം. മുന്നോട്ട് വരുമ്പോൾ ഇതെല്ലാം ഞാൻ കാരണമാണ് എന്ന് പറയാനുള്ള പണിയാണ് ഇനി എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടാണ്. ഒരു രാജ്യത്തെ MLA അല്ലെ MP അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മന്ത്രിമാരെ ഇവർ വേറൊരു വിദേശ രാജ്യത്ത് പോവുകയും ആ വിദേശ രാജ്യത്തെ മന്ത്രിമാരോടും അല്ലെങ്കിൽ ആ വിദേശ രാജ്യത്തെ പൊളിറ്റിക്കൽ നേതൃത്വത്തിനോടൊക്കെ സംസാരിക്കണമെങ്കിൽ കാലേക്കുട്ടി എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ പെർമിഷൻ ലഭിക്കുകയും ചെയ്യണം എന്നതാണ് വസ്തുത. ഈ ചാണ്ടിച്ചാൻ ഇത് ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാണ്. ചാണ്ടിച്ചാൻ ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും മന്ത്രിമാരെയോ ഈ രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തെയോ സന്ദർശിക്കും എന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തിന് മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. ഈ പൊട്ടൻ എന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടേക്കുക. ഈ പൊട്ടനെതിരെ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തിന് ഒരു പരാതി നൽകിയാൽ അടുത്തൊരു 3 വർഷം ഈ പൊട്ടൻ ഇന്ത്യക്ക് വെളിയിൽ പോകാനുള്ള ഒരു അവസരം MLA എന്ന നിലയിൽ കിട്ടത്തില്ല. രാജിവെച്ചിട്ട് പണിക്ക് വേണപ്പോ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ MLA എന്ന നിലയിൽ MLA സ്ഥാനം കയ്യിൽ സൂക്ഷിക്കുമ്പോൾ ഈ പൊട്ടനെ വീണ്ടും വേറൊരു രാജ്യത്ത് സന്ദർശിക്കാനുള്ള സുഹൃത്തുക്കളെ, അപ്പം ഇദ്ദേഹം പറഞ്ഞോട്ടെ, ഈ പൊട്ടൻ എന്നാണ് പറഞ്ഞത്. ഈ പൊട്ടൻ എന്ന് പറയുന്നത് മാത്രമല്ല, ഈ വീഡിയോയിൽ ഈ തന്തയും മകനും എന്നൊക്കെ പറഞ്ഞ് ഈ മറയൂള പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഇതേണ്ട 3 ലക്ഷത്തിലാണ് ആളുകൾ ഈ വീഡിയോ കണ്ടു എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കൺകറൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു MLAക്ക് പുറത്തു പോകാൻ പാടില്ലെന്നാണ് ഈ മറയൂള പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ പറഞ്ഞ വസ്തുതയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഞാനൊരു കാര്യം ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. അതായത് an Indian MLA, member of Legislative Assembly, visiting the UK generally travel on the ordinary passport rather than a diplomatic official passport unless they also hold a specific position in the union government or are traveling on official state business. ഒരു MLAക്ക് അയാളുടെ സാധാരണ പാസ്പോർട്ട് വെച്ചുകൊണ്ട് ഇവിടെ വരാം, ഈ ലോകത്ത് ഏത് കൺട്രീസിലും പോകാം. അതിന് ഈ മറയൂള പറഞ്ഞ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ കൺകറൻസ് മേടിച്ചുകൊണ്ട് എന്തിനാണ് വരേണ്ടതെന്നറിയാമോ? അത് വരുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഇവിടുത്തെ UK ഗവൺമെൻറ്റുമായി സംസാരിക്കാനാണെങ്കിൽ അതിൻ്റെ താഴെ കൃത്യമായി പറയുന്നുണ്ട്. ഞാനിത് വായിച്ച് കേൾപ്പിച്ച് നിങ്ങളെ സമയത്ത് ഒഫീഷ്യൽ മീറ്റിംഗ് ആൻഡ് ഡിപ്ലോമാറ്റിക് പ്രോട്ടോകോൾ ഓട്ടോമാറ്റിക് FDO support because the MLA are state level representative rather than union minister of national diplomats. The UK Foreign Commonwealth and Development Office does not automatically provide a security protocol, discount or cost of meeting on them. അതിൻ്റെ അത് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. ഇയാൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇവിടുത്തെ ഹൈക്കമ്മീഷണർ അറിയിക്കുകയും അതുപോലെ തന്നെ ഇയാൾ ഒഫീഷ്യലായി ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കാൻ വരുമ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരണം. ഈ മറയൂള പറയുന്ന പോലെ അയാൾ ഇവിടെ വന്നിട്ട് പോയി ഇവരങ്ങ് റിപ്പോർട്ട് ചെയ്യട്ടെ, എന്നാൽ അയാൾ ഇനി ലോകത്തൊരു സ്ഥലത്തും പോകുകയില്ലെന്ന് കാണാമല്ലോ. ഈ ഊളത്തരം പറഞ്ഞ ഒരു മര്യാദ വേണ്ട ഇവനൊക്കെ. അതിനുപരി ഇയാളുടെ അപ്പന് ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ളവൻ്റെ തന്തയും മകനും ഒരുപോലെ എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇവൻ ഏത് നാട്ടിൽ നിന്ന് വന്നതാണ്? അയാൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ആളാണ്. അയാളാണ് പൊട്ടൻ എന്ന് വിളിക്കുന്നത്. ഇവൻ ഏതോ കള്ള സർട്ടിഫിക്കറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. എന്നിട്ടാണ് ഇവൻ ഈ കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നേക്കുന്നവനാണ് ഇയാളെ ഈ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ചവനെ പൊട്ടൻ എന്ന് വിളിക്കുന്നത്. ഇവൻ്റെ കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള ആരും പരിശോധിച്ചാൽ അറിയാം. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. കാരണം ഇവൻ ഡൽഹിയിൽ നിന്ന് എവിടെയെങ്കിലും വല്ല കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കൊണ്ട് വന്നാണോ നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ സർട്ടിഫിക്കറ്റ് പോലും എടുത്ത് സർക്കാർ പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുപോലത്തെ വൃത്തിയോട് പറയുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച വളരെ അയാൾക്ക് 1-2 ഡോക്ടറേറ്റ് വരെയുള്ള ഒരാളാണ്. അയാൾ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്ന ആൾ 1-2 മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാണ്. അയാളെയാണ് ഇവൻ ഈ പൊട്ടൻ എന്ന് വിളിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പുൽപ്പള്ളിയിലെ ജനങ്ങൾ ലോകത്തില്ലാത്ത ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ച
ഒരു 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 MLA 50 അയാൾ ഇവിടെ വന്നേക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 50ഓളം വീടുകൾ അതിൽ പണി തീർത്ത് കൊടുത്തിട്ടുണ്ട്. 100ഓളം വീടുകൾ അതിൽ പണിയുന്നതിന് വേണ്ടി ആളുകളോട് സഹായം സ്വീകരിക്കാൻ, ആ സഹായം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകളോട് ഞങ്ങൾ നേരിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇനി ഞങ്ങളുടെ ഇടുക്കി ചാറ്റിംഗ് ഗ്രൂപ്പിൻ്റെ കൺവീനർ സാബു ഫിലിപ്പ് അയാളോട് പേഴ്സണലി ചോദിച്ചു, സാറേ ഞങ്ങൾ പൈസ പിരിച്ച് തരട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ പേരിൽ പൈസ പിരിക്കരുത്, എൻ്റെ പേരിൽ പൈസ പിരിക്കരുത്, ഞങ്ങൾ പൈസ പിരിച്ച് അയാളുടെ ധാരണ ഇരിക്കുന്നത് അയാളുടെ പേരിൽ പൈസ പിരിച്ച് കൊടുത്ത് മറ്റാരെങ്കിലും അയാളുടെ ആ പേര് മോശമാക്കിയെന്നുള്ള ഭയം കൊണ്ട് അയാൾ പറഞ്ഞു എൻ്റെ പേരിൽ പൈസ പിരിക്കരുത്, നിങ്ങൾ പൈസ തരാൻ താല്പര്യമുള്ളവർ ഈ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ചാരിറ്റി എന്നുള്ളതിലേക്ക് പിരിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളുടെ കൺവീനർ പറഞ്ഞപ്പം അയാൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 100ഓളം വീടുകൾ പണിത് കൊടുക്കാനുള്ള ഒരു പർപ്പസുമായിട്ടാണ് അയാളോട് വന്നേക്കുന്നത്. അതിന് ആളുകളെ കാണുന്നുണ്ട്, അയാൾ അതിന് പറ്റുന്ന ആളുകളെ കൊണ്ട് സംഭാവന ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് വന്ന ഒരാളെയാണ് ഇവൻ പൊട്ടൻ എന്ന് വിളിച്ചത്. ഈ ഷാരോൺ ഹെഡ്സൺ എന്ന് പറഞ്ഞ MP ഇവൻ എന്നാ ധരിച്ചിരിക്കുന്നത്, ഈ സിബി സാം എന്ന് പറഞ്ഞ ഊള എന്നാ ധരിച്ചിരിക്കുന്നത്? അവൻ ഈ MP ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് ഇവിടുത്തെ. ഈ ഡെപ്യൂട്ടി മിനിസ്റ്റർക്ക് ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ബന്ധമില്ലെന്നാണ് അവൻ ധരിച്ചേക്കുന്നത്. ഇവിടുത്തെ ഡെപ്യൂട്ടി മിനിസ്റ്റർ അയാളെ കണ്ടു, അയാൾ കണ്ടിട്ട് ഇങ്ങനെ ILRൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് അയാൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒരു MLA എന്നുള്ള നിലയ്ക്ക് അയാൾ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ ഇതിന് മാത്രം വലിയ അപകടമാണ്, അത് ജനങ്ങളോട് പറഞ്ഞാൽ ഇതിന് മാത്രമുള്ള അപകടമാണ് അതിനകത്തിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ പല MPമാരോടും പറഞ്ഞ, ഇവിടെ പല MPമാരെയും കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ ILRൻ്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ ഇവിടെ റേഷ്യലായിട്ട് അബ്യൂസ് നടന്നത്, ഇവിടുത്തെ വീടുകളൊക്കെ ഇവനൊന്നും അറിയത്തില്ല, ഇവനൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഇവിടുത്തെ MPമാരെ കണ്ട് ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ മീഡിയയിൽ പറഞ്ഞാൽ ഇതിന് മാത്രം തെറ്റെന്നായിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ പല ആളുകളും കണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. അപ്പോൾ ഇത് പറയാനുള്ള അവകാശം ഒരു സാധാരണ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് അയക്കില്ലേ? ഇനി 1947 സ്വാതന്ത്ര്യം ഇന്ത്യ നേടിയപ്പം ഈ ചാണ്ടിയുമ്മനെ ഒഴിവാക്കിയാണോ സ്വാതന്ത്ര്യം എടുത്ത്? ചാണ്ടിയുമ്മൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇത് പറയാനുള്ള അവകാശമില്ലേ? ഒരു പൗരൻ എന്നുള്ളവർക്ക് ഒരു മിനിസ്റ്ററെ കണ്ട് പറയാനല്ലേ? ഈ കഴിഞ്ഞ ദിവസം എൻവയോൺമെന്റ് മിനിസ്റ്ററെ കണ്ടല്ലോ UKKC സമ്മേളനത്തിന് വന്നപ്പോൾ. അപ്പോൾ എൻവയോൺമെന്റ് മിനിസ്റ്ററോട് അയാൾ സംസാരിച്ചല്ലോ, അതിൻ്റെ ഫോട്ടോ അതിലിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാൾക്ക് ഇതൊരു പൗരൻ എന്നുള്ള അല്ലെങ്കിൽ പറയാനുള്ള അവകാശമില്ലെന്നാണോ ഇവൻ്റെ ധാരണ ഇരിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ILRനെ പറ്റിയോ ഏത് വിഷയത്തെ പറ്റി പറയാൻ ഉമ്മൻചാണ്ടിയുടെ മകന് അവകാശമില്ലേ? അയാളെ ഇവൻ ഈ തന്തയ്ക്ക് വിളിക്കുന്നത് എന്ത് മര്യാദ? ഇവൻ്റെ തന്ത ഇവനെ പഠിപ്പിച്ചേക്കുന്നത് ഇതുപോലെ ആയതുകൊണ്ടാണോ? ഇവൻ്റെ വീട്ടിൽ ഇവനെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ ആയതുകൊണ്ടാണോ? ഇവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സംസ്കാരം ഇതുകൊണ്ടാണോ? ഇവന് മാന്യമായി സംസാരിക്കാൻ പാടില്ല ഒരു വിമർശനം നടത്തുമ്പോൾ. ഇനി ചാണ്ടി ഉമ്മനും അയാൾ അവിടെ അപ്പനെ പോലെയാണ്. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇത് ആരാ നിനക്ക് പറഞ്ഞത് നിനക്കറിയാവോ? ഇത് പറഞ്ഞത് പഴയ ചീഫ് സെക്രട്ടറി ബാബുപോൾ സാറാണ് പറഞ്ഞത്. ആരാണ്ട് ചെന്നപ്പോൾ ഇങ്ങനെ അമേരിക്കയിൽ പോകാണെന്ന് പറഞ്ഞപ്പം ബിൽ ക്ലിൻ്റന് കത്തെഴുതി കൊടുത്തുന്നത്. ഇത് അത് അയാളുടെ ജനകീയ ബോധമാണ്. അയാൾ ചിലപ്പോൾ ബിൽ ക്ലിൻ്റന് മലയാളത്തിൽ കത്തെഴുതി കൊടുത്തു വരും. അതിനെന്താ തെറ്റിരിക്കുന്നത്? അയാൾ കേരളത്തിൻ്റെ ഇല്ലേ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അയാൾ ചിലപ്പോൾ മലയാളത്തിൽ എഴുതി കൊടുത്തു. അയാൾ ആ ജനങ്ങളോട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, സമസ്ത മേഖലയിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അയാളെപ്പറ്റി എന്തെല്ലാം തമാശകളുണ്ട്. അയാൾക്ക് ഷർട്ടില്ലായിരുന്ന സമയത്ത്, ധനാധിപത്യ മന്ത്രി ആയിരുന്ന സമയത്ത് പുറത്തു നിന്ന് തന്നെ വിളിച്ച കാറിനകത്ത് കയറ്റിയിട്ട് അവൻ്റെ ഷർട്ട് ഊരിയിട്ടുണ്ട് പോയി സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്ത കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയാൾ അങ്ങനെ ഒരു ജനകീയനാണ്. അയാൾ ഈ പറഞ്ഞ ജാടകളുടെ വക്താവായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെയും അദ്ദേഹത്തെയും നീ ഇങ്ങനെ അപമാനിച്ചത്, നിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്ന് പറഞ്ഞാലും അതൊരിക്കലും ശരിയല്ല. ഇനി ഇവിടെ ഗ്ലബിലിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു പറഞ്ഞു, നീ അവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടായത്, പുറത്തെന്തോ പ്രശ്നം ഉണ്ടായെന്ന് ആൾ പറഞ്ഞു കേട്ടു. അയാൾ ഇരുന്ന സ്ഥലത്തോ ആ പറഞ്ഞ മേഖലയിലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ തരം ചെമ്മാടിത്തരം പറഞ്ഞൊരു ഒരു മര്യാദയുണ്ട്. അയാളെപ്പോലെ വളരെ ജനകീയനായ ഒരു മനുഷ്യൻ, അയാൾ ഇവിടുത്തെ പാവപ്പെട്ടവന് വീട് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ആരുടെയും പൈസ കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ അയാളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പം ഒരല്പം മര്യാദ വേണം. വീഡിയോയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ നിന്റെ ബാക്കിലുണ്ട് എന്നുള്ളതുകൊണ്ട് നിനക്ക് റേറ്റിംഗ് കിട്ടും എന്നുള്ളതുകൊണ്ട് ഈ സ്ഥലത്ത് ചട്ടത്തരമല്ല പറയേണ്ടത്. മനസ്സിലായോ? നീ ഇവിടെ സകല വിഷയങ്ങളും കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. നീ വിഷയങ്ങൾ സംസാരിച്ചോ, നീ വലിയ ആളാണെന്ന് നിനക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഇല്ലാത്ത കാര്യം പറയരുത്. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലായോ? കാരണം വെച്ച് കഴിഞ്ഞാൽ അയാളെപ്പോലെ ജനകീയനായൊരു മനുഷ്യൻ, അയാൾ വളരെ ഏറ്റവും മാന്യമായിട്ട് ആളുകളുടെ കൂടെ പെരുമാറുന്ന ആൾ. ഞാൻ ഇവിടെ വന്നിട്ട് ഞാനും അയാളോടൊക്കെ സംസാരിച്ച ആളാണ്. ഞാനും അയാളോട് സംസാരിച്ച ആളാണ്. അയാൾ ഏറ്റവും വിനയത്തോടെ ഏറ്റവും മര്യാദത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഒരു അഹങ്കാരം കാണിക്കുന്ന ഒരാളല്ല. അയാളെ പറ്റിയാണ് ഇന്ന് ഈ ചട്ടത്തരം പറഞ്ഞത്. അയാളുടെ അപ്പൻ മോശക്കാരനാണ്, നിനക്ക് വിദേശത്ത് വരാൻ വേണ്ടി നിന്റെ ആവശ്യമില്ലാതെ നീ ഈ പറഞ്ഞ ഇത് സൈറ്റിലുണ്ട്, ഇവിടെ UK സൈറ്റിലുണ്ട്, നീ എടുത്ത് വായിച്ചു നോക്ക്. അങ്ങനെ വേണോ ഒരാൾക്ക് ഇവിടെ വരാനെന്ന്? അയാൾ ഏത് രീതി വരുമ്പോഴാണ് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് കൺകറൻസ് വേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് ഈ സൈറ്റ് ചട്ടത്തരം പറഞ്ഞ ആളെ പറ്റിക്കുന്നതിന് മര്യാദയുണ്ട്. അതുകൊണ്ട് നീ എന്ത് ഊളത്തരവും പറഞ്ഞു. പക്ഷേ ഇത് ഈ ഉമ്മൻചാണ്ടിയുടെ മകനെ പോലെയുള്ള ആളുകളെ പറ്റി പറയരുത്. നീ ഇവിടുത്തെ ILRൻ്റെ കുത്തക ഏറ്റെടുക്കുമോ, നീ ഇവിടുത്തെ കെയർമാരുടെ കുത്തക ഏറ്റെടുക്കുമോ, നേഴ്സുമാരുടെ കുത്തക ഏറ്റെടുക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു, ഇല്ലാത്ത കാര്യം പറയരുത്. അതുകൊണ്ട് ഈ സൈസ് ചട്ടത്തരം നീ അവസാനിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടോം ജോസ് അടിയമ്പാട്.